നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്താപുരത്ത് ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾ മരിച്ചു. അധ്യാപികയടക്കം 12 പേർക്ക് പരിക്ക്. കുഡ്ലു ബാങ്ക് കൊള്ള 8 പേർക്കെതിരെ ബുധനാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പനി പേടിച്ച് കാസർഗോഡ്. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ചികിത്സ തേടിയത് 200-ലേറെ പേർ. SBTയെ SBIയിൽ ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. സ്റ്റാഫ് യൂണിയൻ സമരരംഗത്ത്. യോഗയിൽ മുഴുകി ലോകം. അണിനിരന്നത് നിരവധി പേർ. CPMന്റെ സ്നേഹം തീവ്രവാദ സംഘടനകളോടാണെന്ന് BJP നേതാവ് MT രമേശ്. LDF സർക്കാർ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും രമേശ്. അജ്ഞാത സംഘം അടിച്ചുവീഴ്ത്തി. കാലും കൈയും തകർന്ന് സമീറിന്റെ ജീവിതം. വാർത്തകൾ വിശദമായി. കുന്താപുരത്ത് ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾ മരിച്ചു. അധ്യാപികയടക്കം 12 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ചൊവ്വാഴ്ച രാവിലെ ട്രാസി മഹാദി ക്രോസിലായിരുന്നു അപകടം. ബൈന്ദൂരിൽ നിന്നും കുന്താപുരത്തേക്ക് പോവുകയായിരുന്ന ബസും ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓമിനി വാനുമായിരുന്നു കൂട്ടിയിടിച്ചത്. 2 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഉൾപ്പെടെയാണ് 8 പേർ മരിച്ചത്. അപകടത്തിൽ അധ്യാപികയടക്കം 12 പേർക്ക് പരിക്കേറ്റു. 2 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 5 പേർ ആശുപത്രിയിലേക്കുള്ള വഴിമതിയും ഒരാൾ ആശുപത്രിയിലും മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റവർ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഡ്ലു ബാങ്ക് കൊള്ള 8 പേർക്കെതിരെ ബുധനാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. ഇതിൽ 2 പ്രതികൾ സ്ത്രീകളാണ്. കുഡ്ലു സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിലാണ് 8 പേർക്കെതിരെ ടൗൺ MP ആസാദിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികളായ ചൌക്കി സ്വദേശി ബന്ദിയോട് പച്ചമ്പളയിൽ താമസക്കാരൻ ദുൽദുൽ എന്ന മുഹമ്മദ് ഷെരീഫ്, ചൌക്കി സ്വദേശികളായ കരീം അബ്ദുള്ള, മുജീബ് റഹ്മാൻ, മജല്ലെ ഷാനവാസ് എന്ന ഷാനു, അർഷാദ്, മുഹമ്മദ് സാബിർ, ഇടുക്കി സ്വദേശി ഫെനിക്സ് നാറ്റോ എന്ന ജോമോൻ, ചൌക്കി കുന്നിലെ അബ്ദുൽ മഹ്ഷൂഖ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 9ഉം 10ഉം പ്രതികൾ സ്ത്രീകളാണ്. തമിഴ്നാട് തിരുപ്പൂരിലെ ദിൽസത്താണ് 1ാം പ്രതി. തിരുപ്പൂരിലെ സുമമാണ് 10ാം പ്രതി. കവർന്ന സ്വർണ്ണാഭരണങ്ങൾ തമിഴ്നാട്ടിൽ വിൽക്കാൻ സഹായിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഒരാൾ കൂടി പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും പേര് ലഭിച്ചിട്ടില്ല. ഇയാൾ ഇടുക്കിക്കാരനാണെന്നും മംഗലാപുരത്ത് താമസക്കാരനാണെന്നും പറയപ്പെടുന്നു. ഏരിയയിലെ കുഡ്ലു സഹകരണ ബാങ്കിൽ നിന്നും 20 കിലോ സ്വർണവും 13 ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2015 സെപ്റ്റംബർ 7 ഉച്ചയ്ക്കായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ആശങ്ക ഉയർത്തി കാസർഗോഡ് ജില്ലയിൽ പകർച്ചപ്പനിക്കൊപ്പം ഡെങ്കിപ്പനിയും മലമ്പനിയും വ്യാപകമാകുന്നു. 200ഓളം പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ പകർച്ചപ്പനി വ്യാപകമാകുന്നു. ജൂൺ മാസത്തിൽ മാത്രം 9ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെരിയ, നർക്കിലക്കാട്, മുളിയാർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി ബാധിതരെ കണ്ടെത്തിയത്. കൂടാതെ കാഞ്ഞങ്ങാട്, കല്ലഞ്ചിറയിൽ മലേറിയ പിടിപെട്ട ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലവർഷം ശക്തമായതിനാൽ പകർച്ചപ്പനി വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുതലാണെന്നും സ്വയം ചികിത്സ ചെയ്യുന്നത് അപകടകരമാണെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ E മോഹനൻ അറിയിച്ചു. ശരിയായ രീതിയിൽ ചികിത്സ തേടിയില്ലെങ്കിൽ ഇത്തരം രോഗം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാലമായതിനാൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ വിപുലമായ ചികിത്സാ സംവിധാനം ഒരുക്കിയിരിക്കുന്നതായും DMO അറിയിച്ചു. SBTയെ SBIയിൽ ലയിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. SBTയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജാഥ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് SBT സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അമൽ രവിക്ക് പതാക കൈമാറി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനമായി SBTക്ക് മാറാൻ കഴിഞ്ഞിട്ട് ഏകദേശം 1200ഓളം ബ്രാഞ്ചുകൾ, കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, 12,000-ലേറെ ജീവനക്കാർ, അങ്ങനെ നമ്മുടെ ജനജീവിതത്തിൻ്റെ നാടിമിടിപ്പ് അതിന് സഹായിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഈ ധനകാര്യ സ്ഥാപനം മാറിക്കഴിഞ്ഞിരിക്കുക. പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാങ്കിംഗ് മേഖലയ്ക്ക് ഒട്ടേറെ ചുമതല ഏറ്റെടുക്കാൻ കഴിയും. KA മുഹമ്മദ് അനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VC മാത്യു, K രവീന്ദ്രൻ, N കുഞ്ഞികൃഷ്ണൻ, K സതീശൻ, P അപ്പക്കുഞ്ഞി,
ടി.ആർ. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. SBD SPയെ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ജീവനക്കാർ പ്രക്ഷോഭം തുടങ്ങിയത്. കേരളത്തിന്റെ തനത് ബാങ്കായ SBD 1945 തിരുവിതാംകൂർ കുടുംബം പ്രഖ്യാപിച്ച ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡാണ്. പിന്നീട് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായി മാറുകയായിരുന്നു. ഇപ്പോൾ 1177 ശാഖയും 1,473 കോടി രൂപ നിക്ഷേപവും 67,004 കോടി രൂപ വായ്പയുമുള്ള ബാങ്കാണ്. കേരളത്തിന്റെ വായ്പാ അനുപാതത്തിൽ 67% SBDയുടേതാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളും ആശ്രയിക്കുന്ന ബാങ്കിനെ ഇല്ലാതാക്കുന്നതിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ലോക യോഗാ ദിനം എങ്ങും വിവിധ പരിപാടികൾ. നിരവധി പേർ യോഗയിൽ അണിനിരന്നു. ജില്ലാതല ഉദ്ഘാടനം P. കരുണാകരൻ MP നിർവഹിച്ചു. കാസർഗോഡ് BM സ്കൂളിലാണ് NCCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം അരങ്ങേറിയത്. പരിപാടി P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. Today has already stated that the Yoga Day, though we have no concrete written document, it is believed that yoga has started in India about 5,000 years ago. That is also in the time of the Rigveda. This is a system which promotes our physical health, mental health, and also we should have a fresh mind. ചടങ്ങിൽ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. യശ്വന്ത, റവറന്റ് ഫാദർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും യോഗ പരിപാടികൾ അരങ്ങേറി. കളക്ട്രേറ്റിലും യോഗ പരിപാടി നടന്നു. കളക്ട്രേറ്റിലെ 3ാം നിലയിലായിരുന്നു യോഗ പരിശീലനം നടത്തിയത്. കളക്ടർ E. ദേവദാസനും പങ്കെടുത്തു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ നടക്കുന്നു. അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള വിവിധ വായനാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. വായനാ വാരാചരണം ജില്ലയിലെങ്ങും വിവിധ പരിപാടികളെയാണ് ആചരിക്കുന്നത്. അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ ആരംഭിച്ചു. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം യുവകവി പ്രശാന്ത് കുമാർ നിർവഹിച്ചു. ആ കൊച്ചുകുട്ടിയുടെ മരണം ആ വീട്ടിലെ പൂച്ചക്കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിൽ കത്തി നീങ്ങുന്ന കാറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിലെ ഉമ്മറക്കോലായിൽ ഉള്ള അയലിനെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിലെ അമ്മയെ എങ്ങനെ ബാധിക്കുന്നു, ഉമ്മയെ എങ്ങനെ ബാധിക്കുന്നു, അന്ന് കുളിച്ചു മൂടിയ പള്ളിപ്പുറമ്പിലെ ആ മണ്ണിട്ടിക്ക് എന്ത് സംഭവിക്കുന്നു. ഒരു 10 വരി കവിത കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആഗ്രഹിക്കുന്നു. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന കവിയുടെ നിങ്ങൾക്കറിയാം. റഫീഖ് അഹമ്മദിന്റെ കവിതയാണ്. ഒന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടാ. മരിച്ച രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തിരുന്നു. അമ്മ വായനാ പദ്ധതി വിക്ടോറിയ സുനീതി സോഹൻസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാമ, സുബ്രഹ്മണ്യൻ, സണ്ണി, ശൈല ടീച്ചർ, ഗൗരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. CPMന് സ്വന്തം അണികളോടല്ല മറിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനകളോടാണ് പ്രിയമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. CPM അക്രമത്തിനെതിരെ മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM അക്രമത്തിനെതിരെ മാന്തോപ്പ് മൈതാനിയിലാണ് BJP പൊതുയോഗം സംഘടിപ്പിച്ചത്.
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതമൗലികവാദികളുടെ വോട്ട് നേടി വിജയിച്ചതിന്റെ കൂറാണ് മുഖ്യമന്ത്രി കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഗത്ത് CPM-നെ പ്രതികൂട്ടിലാക്കി നിർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ യോഗങ്ങൾ കേരളത്തിലെമ്പാടും നടന്നു. അതുകൊണ്ട് തന്നെ അത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. കഴിഞ്ഞ മെയ് മാസം 19-ാം തീയതിക്ക് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ തോതിലുള്ള അക്രമങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഈ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടി സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെയും നിരവധി സംഘർഷങ്ങൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെയ് മാസം 19-ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്കിയത്. കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് E. കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കോവൽ ദാമോദരൻ, ബളാൽ കുഞ്ഞികൃഷ്ണൻ, പ്രേമരാജ് കാലിക്കടവ്, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് SK കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. അജ്ഞാത സംഘം അടിച്ചു വീഴ്ത്തി എഴുന്നേൽക്കാൻ പോലുമാവാത്ത സമീറിനെ ഭാര്യ ചുമന്നു നടക്കണം. ഉപ്പള കുക്കാറിലാണ് ഈ സങ്കട കാഴ്ചയുള്ളത്. ഇത് വല്ലാത്തൊരു നൊമ്പര ചിത്രമാണ്. ഊർജ്ജസ്വലതയോടെ ഓടി നടക്കേണ്ട യുവത്വത്തിൽ കുക്കാറിലെ സമീർ എന്ന യുവാവിനെ ഭാര്യ ചുമന്നു നടക്കുന്നു. ടോയ്ലറ്റിലേക്കും കട്ടിലേക്കുമെല്ലാം താങ്ങിപ്പിടിച്ചു വേണം കൊണ്ടുപോകാൻ. ഒരു യുവാവിൻ്റെ ശരീരഭാരം താങ്ങാൻ പോലുമാവാതെ അവൾക്ക് പലപ്പോഴും ബാലൻസ് തെറ്റിപ്പോകുന്നു. 2014 സമീറിൻ്റെ ജീവിതം തകിടം മറിഞ്ഞു പോയത്. ഉപ്പനങ്ങാടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മംഗലാപുരത്തെത്തിയപ്പോൾ BC റോഡിൽ വെച്ച് ഒരു സംഘം പിന്തുടർന്നു. പമ്പുവെല്ലിലെത്താറായപ്പോൾ വാഹനത്തിന് കുറുകെ തടസ്സം സൃഷ്ടിച്ച അവർ സമീറിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. മരിച്ചെന്ന് കരുതി സംഘം തിരിച്ചു പോയപ്പോൾ ഇത്തിരി ശ്വാസം എവിടെയോ ബാക്കിയുണ്ടായിരുന്നു. ജീവന്റെ ആ തുടിപ്പുമായി ആരോ അവൻ ആശുപത്രിയിലെത്തിച്ചു. പിന്നെ ബോധമില്ലാത്ത 3 മാസങ്ങൾ മംഗലാപുരത്ത് ആശുപത്രി കിടക്കയിലായിരുന്നു. 3 മാസം കഴിയുമ്പോൾ ബോധം തെളിഞ്ഞുവെങ്കിലും സംസാരശേഷി തിരിച്ചു കിട്ടിയത് പിന്നെയും എത്രയോ മാസങ്ങൾ കഴിഞ്ഞാണ്. ഇന്നും ശരിക്കൊന്നും സംസാരിക്കാനാവാതെ ഇരുന്ന ഇരിപ്പിൽ സമീർ കണ്ണീർ വാർക്കുകയാണ്. ഒരു ഭാര്യ എന്താണെന്നും അവളുടെ സഹനശക്തിക്ക് സമാനമായ മറ്റൊന്നുമില്ലെന്നും സമീറിൻ്റെ ഭാര്യ സുഹറ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണിവിടെ. 2 മുറികൾ മാത്രമുള്ള വാടക റൂമിൻ്റെ അസൗകര്യങ്ങൾ നിറഞ്ഞ അകത്തളങ്ങളിൽ സമീറിൻ്റെ ഓരോ ചലനങ്ങൾക്കും സുഹറയുടെ സഹായം വേണം. ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഭക്ഷണം വായിലിട്ട് കൊടുക്കുന്നതുമെല്ലാം സുഹറയാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതായതോടെയാണ് സുഹറ തൊട്ടടുത്ത ഒരു പർദ്ദ ഷോപ്പിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങിയത്. രാവിലെ ഭർത്താവിന് ഭക്ഷണമൊക്കെ വായിലിട്ട് കൊടുത്ത് കുളിപ്പിച്ച് കിടത്തി മക്കളെയെല്ലാം ഒരുക്കി സ്കൂളിലേക്ക് അയച്ചാണ് അവരുടെ യാത്ര. തിരിച്ചു വന്ന് വീണ്ടും കുളിപ്പിക്കണം, ഭക്ഷണം നൽകണം. 3000 രൂപയാണ് സുഹറയ്ക്ക് ഒരു മാസം ലഭിക്കുന്ന ശമ്പളം. ഇതിൽ 2000 രൂപ റൂം വാടക നൽകണം. ബാക്കി 1000 രൂപയിൽ അരിയും മറ്റ് സാധനങ്ങളും വാങ്ങും. സമീറിന് ചികിത്സയ്ക്ക് ആവശ്യമായ 1500 രൂപ വേറെ എവിടെ നിന്നെങ്കിലും കടം വാങ്ങണം. എത്ര കൂട്ടി ഗുണിച്ചാലും അവരുടെ കണക്ക് ഒരിക്കലും ഒത്തുവരുന്നില്ല. പിന്നെയും കടങ്ങൾ ബാക്കിയാവും. ഉപ്പയെ ഉമ്മ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്ന് സഹായിക്കാൻ പോലുമാവാതെ കൊച്ചുകുട്ടികളായ ഷംജാദ് അലിയും ഷാനിബും ഷാഷും ഇഷാൻ അലിയും ഷാമിലും പകച്ചൊരു നോട്ടം നോക്കിക്കൊണ്ടിരിക്കും. ഉപ്പ എന്നുള്ളത് അവർക്ക് കളിക്കോപ്പും മിഠായിയുമായി വരുന്ന ഒന്നല്ല, ഒരു സങ്കടം നിറയുന്ന ചിത്രം മാത്രമാണ്. ഉമ്മ എന്നത് താരാട്ട് പാടുന്ന മാതൃഹൃദയത്തിനുമപ്പുറം കരഞ്ഞു കരഞ്ഞ് മുഖം വാടിപ്പോയ ഒരു സ്ത്രീരൂപം മാത്രമാണ്. എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് സമീറിനെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 23 മാസമായി കിടപ്പിലാണ്. ഒരു പണിക്ക് പോകാനും ഒന്നും പറ്റുന്നില്ല. മാസം 2000 രൂപ വാടക കൊടുക്കണം. 3400 രൂപേൻ്റെ മരുന്നുണ്ട്. പിന്നെ വാടക കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്. 3000 രൂപ ശമ്പളത്തിന്. ഒരു സ്ഥലമുണ്ട് 3 സെൻറ്റ്, ഗവൺമെൻറ് കിട്ടിയ സ്ഥലം 3 സെൻറ്റ്. അതിലൊരു പുര കെട്ടാനുള്ള ആരെങ്കിലും സഹകരിക്കണം. മംഗൽപാടി സ്കൂളിന് സമീപം കുക്കാറിലെ അസൗകര്യങ്ങൾ നിറഞ്ഞ വാടക മുറിയിലിരുന്ന് കരയുമ്പോഴും സമീറിൻ്റെയും ഭാര്യ സുഹറയുടെയും ഉള്ളിൽ പ്രതീക്ഷയുടെ നേരിയ കിരണം ബാക്കിയുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടിയ 3 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കണം. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു വീട് പോയിട്ട് പുതിയൊരു വാടക മുറി പോലും അവർക്ക് സങ്കല്പിക്കാനാവുന്നില്ല. പക്ഷേ നന്മ പറ്റാത്ത മനുഷ്യർ തങ്ങളുടെ ദുരിതം കാണും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. അപ്പോഴും ഉപ്പേക്കരികിലിരുന്ന ആ കുഞ്ഞുങ്ങൾ ഓമനത്വം തുളുമ്പുന്ന മുഖത്തോടെ പകച്ചു നോക്കുകയാണ്.
കളിക്കോപ്പും നല്ല ഭക്ഷണങ്ങളും വേണ്ടുവോളം ആസ്വദിക്കേണ്ട പ്രായത്തിൽ ആ പൊന്നോമനകൾ അതിനൊന്നും ഭാഗ്യമില്ലാതെ ജീവിക്കുന്നു. സത്യം കണ്ടാൽ കരഞ്ഞു പോകുന്ന കാഴ്ചയാണിത്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധം. കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പെട്രോൾ ഡീസൽ പാചക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബഹുമാന്യനായ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ AK ആന്റണി പറഞ്ഞതുപോലെ ഇനി സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും നാളുകളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മോദിയുടെ ഗവൺമെന്റ് 3 വർഷത്തിലേക്ക് കടന്നു. ഈ കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം 3 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. DV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. PG ദേവ്, M അസൈനാർ, BP പ്രദീപ് കുമാർ, PV സുരേഷ്, KP മോഹനൻ, NK രത്നാകരൻ, M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. നീലേശ്വരത്ത് മാലിന്യ സംസ്കരണത്തിന് സ്ഥലമില്ല. വലയുന്നത് ഇവിടുത്തെ കച്ചവടക്കാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ചിറപ്പുറത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു. ശുചിത്വത്തിന് ദേശീയ അവാർഡ് നേടിയ നീലേശ്വരം നഗരസഭയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് നീലേശ്വരം നഗരത്തിലെ ഇപ്പോഴത്തെ മാലിന്യ പ്രശ്നമാണ്. നഗരത്തിൽ ശുചീകരണം മുറക്ക് നടക്കുന്നുണ്ടെങ്കിലും നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ചപ്പുചവറുകൾ കെട്ടിക്കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കുപിടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നഗര മാലിന്യങ്ങളുടെ കാര്യത്തിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവരുടെ മുന്നിൽ നാണം കെടുമ്പോഴും തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു. നീലേശ്വരം നഗരസഭയുടെ കുപ്പായം അണിയുന്നതിന് മുമ്പ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാമോദരൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് ചിറപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. അതിനുശേഷം ആ നഗരസഭാ ഭരണസമിതി പടിയിറങ്ങി. രണ്ടാമത്തെ നഗരസഭയുടെ കാലയളവിലും ഈ പ്ലാന്റിന് ശാപമോക്ഷം ലഭിച്ചില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പ്ലാന്റ് പൂട്ടിക്കിടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ KP ജയരാജൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ മാലിന്യങ്ങൾ റോഡരികിൽ നിക്ഷേപിച്ചാലുള്ള ശക്തമായ നടപടിയെക്കുറിച്ച് സൂചിപ്പിച്ചത്. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യം എവിടെ കൊണ്ടുപോയി സംസ്കരിക്കുമെന്നതാണ് വ്യാപാരികളുടെ മുന്നിലുള്ള ഏറ്റവും സങ്കീർണമായ പ്രശ്നം. ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ ചില കച്ചവടക്കാർ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. ചിലരാകട്ടെ ചാക്കുകളിൽ നിറച്ച് തങ്ങളുടെ സ്ഥാപനങ്ങളുടെ പിറകിൽ കൂട്ടിയിട്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിക്കൂടെ എന്നതാണ് നാട്ടുകാർ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. മറുപടി പറയേണ്ടത് നീലേശ്വരം നഗരസഭയാണ്. ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പാവം ജനങ്ങൾ. മഴക്കാലം എത്തിയതോടെ ചെറുവത്തൂർ VV സ്മാരക സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനമെത്തുന്നത് 400ഓളം രോഗികൾ. പരിമിതികളിൽ വീർപ്പുമുട്ടുന്ന ആശുപത്രിയിൽ രോഗികൾക്ക് ദുരിതം. പനി ബാധിച്ചെത്തുന്നവരാണ് കൂടുതലും. കിടത്തി ചികിത്സ നൽകേണ്ട നിരവധി രോഗികൾ എത്താറുണ്ടെങ്കിലും ആകെ 18 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാവപ്പെട്ട രോഗികൾക്ക്. ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുമെന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. നേരത്തെ VV സ്മാരക ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി എൻഡോസൾഫാൻ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2012 1,81 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇളവ് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തി അനിശ്ചിതത്വത്തിലായി. പിന്നീട് ചീഫ് ടൗൺ പ്ലാനർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചട്ടത്തിൽ ഇളവ് അനുവദിക്കാമെന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കെട്ടിടം എന്ന് നിർമ്മിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ മറുപടി ആർക്കും നൽകാൻ കഴിയുന്നില്ല. 50 കിടക്കകൾക്കുള്ള സൗകര്യം, ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ സ്കാനിംഗ് യൂണിറ്റുകൾ, ഫിസിയോതെറാപ്പി, ഫാർമസി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ആശുപത്രിയാണ് പദ്ധതിയിലുള്ളത്. പിലിക്കോട്, ചെറുവത്തൂർ, കയ്യൂർ, ചീമേനി, പടന്ന, വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ പാവപ്പെട്ട നിരവധി രോഗികൾക്ക് അത് ആശ്രയമായി മാറും. PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. പെൻഷൻ 6500 രൂപയായി നിശ്ചയിക്കണമെന്നും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. M രാജഗോപാലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കേരളത്തിലെ ഭരണകാലയളവിൽ നന്നായി തെളിയിച്ചു കൊടുക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പെൻഷൻ കിട്ടുന്നവരുടെ നമ്മുടെ പെൻഷന്റെ മിനിമം പെൻഷനെ കുറിച്ചും വർധനവിനെ കുറിച്ചും മറ്റു പുതിയ മേഖലയിലേക്ക് ഈ പെൻഷൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് വാർദ്ധക്യകാല പെൻഷൻ കൂടി ലഭ്യമാകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്.
അല്ലേ? അത് രണ്ടാം ഘട്ടമാണ്. ഇതിന്റെ ഒരു ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പെൻഷൻ ലഭ്യമാകാത്ത എത്രയോ വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നീലേശ്വരം NG കമ്മത്ത് സ്മാരക ഹാളിൽ നടന്ന സമ്മേളന ചടങ്ങിൽ CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV കുഞ്ഞമ്പാടി, V ജേക്കബ്, K നാരായണൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവരടക്കം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു. N അമ്പു സ്വാഗതം പറഞ്ഞു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് തുറന്നു. മുൻ MLA K കുഞ്ഞിരാമന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ക്ലാസ് മുറികൾ ഒരുക്കിയത്. സ്മാർട്ട് ക്ലാസ് മുറികൾ മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളം അതിൻ്റെ സാമൂഹിക നിലവാരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ലോകത്തിലെ ഉന്നത രാജ്യങ്ങളോട് പോലും ഇടപെടിക്കത്തക്ക രീതിയിൽ ഈ കേരളം വളർന്നു വന്നത് എന്ന് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നാം കൊടുക്കുന്ന ഊന്നൽ തന്നെയാണ്, മുൻഗണന തന്നെയാണ്. ആ വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും കേരളത്തിലെ ആളുകൾ പോയി ജോലിയെടുക്കുകയാണ്. T മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രസന്നകുമാരി M, CK രവീന്ദ്രൻ, ബാബുരാജ് MK, മനോജ് കുമാർ, PC ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ഉപേന്ദ്രൻ മടിക്കയുടെ തവള എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നീലേശ്വരത്ത് നടന്നു. നീലേശ്വരം സെക്യുലർ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പുസ്തക പ്രകാശനം. നീലേശ്വരം NG കമ്മത്ത് സ്മാരക മന്ദിരത്തിൽ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ സാക്ഷിയാക്കിയാണ് പുസ്തക പ്രകാശനം നടന്നത്. CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവിയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടന്നത്. പ്രശസ്ത കഥാകാരൻ അംബികാസുധൻ മാങ്ങാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ പുസ്തകം ഏറ്റുവാങ്ങി. ലാബിൽ നിന്നും വളരെ അനുകൂലമായ ഉത്തരമാണ് കിട്ടുന്നത്. ടെസ്റ്റ് പോസിറ്റീവാണ്, നെഗറ്റീവല്ല. എത്രയോ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. താനൊരു പിതാവ് ആകാൻ പോകുന്നു. ഈ വിരൽ പറയുന്നു, മുറിച്ചു കളഞ്ഞ വിരൽ പറയുന്നു, ചോദ്യം ചെയ്യപ്പെട്ടതിന് മുറിച്ചെറിഞ്ഞതാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അസഹിഷ്ണുത എന്നുള്ളത് എല്ലായിടത്തും വ്യാപിക്കുകയാണ്. ഒരു അധ്യാപകന്റെ കൈപ്പത്തി മുറിച്ച് എറിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. CM വിനയചന്ദ്രൻ, സുബൈദ നീലേശ്വരം, MO വർഗീസ്, ബാലചന്ദ്രൻ നീലേശ്വരം, സീതാദേവി കാര്യാട്ട് എന്നിവർ സംസാരിച്ചു. C അമ്പുരാജ് സ്വാഗതവും ഉപേന്ദ്രൻ മടിക്കൈ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്താപുരത്ത് ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾ മരിച്ചു. അധ്യാപികയടക്കം 12 പേർക്ക് പരിക്ക്. കുഡ്ലു ബാങ്ക് കൊള്ള 8 പേർക്കെതിരെ ബുധനാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പനി പേടിച്ച് കാസർഗോഡ്, ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ചികിത്സ തേടിയത് 200-ലേറെ പേർ. SBTയെ SBIയിൽ ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. സ്റ്റാഫ് യൂണിയൻ സമരരംഗത്ത്. യോഗയിൽ മുഴുകി ലോകം, അണിനിരന്നത് നിരവധി പേർ. CPMന്റെ സ്നേഹം തീവ്രവാദ സംഘടനകളോടാണെന്ന് BJP നേതാവ് MT രമേശ്. LDF സർക്കാർ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും രമേശ്. അജ്ഞാത സംഘം അടിച്ചുവീഴ്ത്തി, കാലും കൈയും തകർന്ന് സമീറിന്റെ ജീവിതം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.